ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്കിയൻവേയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മൾ എംബ്രോയിഡറി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതുപോലത്തെ ജൂട്ടിൻ്റെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ മീറ്ററിന് ഏകദേശം 150 മുതൽ ഒരു 200 രൂപ വരെയാണ് വില വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയൊരു പീസ് മാത്രം നമ്മൾ എടുത്താൽ മതിയായിരിക്കും. ഇതിന് പകരം നമുക്ക് സാധാരണ തുണികൾ എടുക്കാം, കോട്ടൻ്റെ എടുക്കാം, എങ്ങനെ തുണി വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 12 ഇഞ്ചിൻ്റെ വുഡൻ ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് പല സൈസിലുള്ള നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു 10 ഇഞ്ചിൻ്റെ എടുക്കാം, 8 ഇഞ്ചിൻ്റെ എടുക്കാം, 6 ഇഞ്ചിൻ്റെ എടുക്കാം. അപ്പോൾ നമുക്ക് പല സൈസിലുള്ള എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫ്രെയിം ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം എടുത്തിട്ട് ഇതിൻ്റെ താഴോട്ടാണ് വെക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പുറത്തെ ഭാഗം ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുക. നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇതുപോലത്തെ സാറ്റിൻ റിബൺസ് ആണ് നമ്മൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നീഡിൽ വന്നിട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി നീഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹോള് കണ്ടാലറിയാം, കുറച്ച് വലിയ ഹോളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റമുണ്ടല്ലോ, ഈ കുത്തുന്ന ഭാഗം, അത് നല്ല ബ്ലണ്ട് എൻഡാണ്. അതായത് ഇങ്ങനെ ഉരുണ്ടിരിക്കും, സാധാരണ കൂർത്ത പോലെയിലിരിക്കും. അപ്പോൾ ഇതിന് പക്ഷേ ഡിഫറെൻ്റ് ആണ്. റിബൺ എംബ്രോയിഡറിക്ക് നമ്മൾ നീഡിൽ കുറച്ച് ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതുപോലത്തെ ഗ്രീൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു എൻഡ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ വളരെ ലൈറ്റായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉരുക്കിയാൽ മതി. ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ കരിഞ്ഞിങ്ങനെ ഇതായി പോണ്ട. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇതിലൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത്താണ് വേണ്ടത് അതനുസരിച്ച് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് വെറുതെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഒന്നും കൂടി കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ജൂട്ടായതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം കെട്ടിട്ട്. നമ്മൾ സാധാരണ ക്ലോത്ത് ആണെങ്കിൽ ഒറ്റ തവണ നമ്മൾ കെട്ടിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെയും നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം. ഇതുപോലെ എടുക്കുക. നമുക്കിത് ഈസി ആയിട്ട് കിട്ടും. കാരണം ഇതുപോലെ ജൂട്ടായതുകൊണ്ട് ഇങ്ങനെ ഹോൾ ഇങ്ങനെ വലുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ക്ലോത്ത് ആണെങ്കിൽ ഇത്രയും സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു റിബൺ ഉണ്ട്, നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ്. ഇതേ കളറിലുള്ള ഒരു പച്ച സാധാരണ നൂല് നമുക്ക് വേണം. സാധാരണ സൂചിയും സാധാരണ നൂലും നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ നമ്മൾ സാധാരണ നൂല് നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കനത്തിലുള്ള കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു റിബൺ ഇതുപോലെ ഇങ്ങനെ ചുറ്റി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഷേപ്പിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഇതിന് നല്ല ഭാഗവും അതുപോലെ തന്നെ ചീത്ത ഭാഗമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തുണ്ടാക്കണം. ചിലത് ചെറുതും ചിലത് വലുതൊക്കെ.
ഇതുപോലെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ചും കൂടി ഒന്ന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാക്ക് സ്റ്റിച്ച് തന്നെ നമുക്കൊന്ന് വിപ്പിഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ താഴെ കൂടെ എടുക്കുക ആങ്കർ ത്രെഡ് ഒറ്റ ലെയറായിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരേ സൈഡിലൂടെ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഈ ലെറ്ററിൻ്റെ അതിൽ ചെയ്ത് വരിക. ഇതുപോലെ നമ്മളിങ്ങനെ അടിയിൽ കൂടെ എടുക്കുക. വീണ്ടും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഭയങ്കര വൃത്തികേടായിരിക്കും, കണ്ടോ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമ്മളിതൊന്ന് അഴിച്ചെടുക്കുക, ഇതിന്ന് ഈ ഫ്രെയിമിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലായിട്ട് മറ്റൊരു തുണി വെച്ച് കൊടുക്കുക. ഏത് കളറായാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ഈ ഫ്രെയിമിൽ വീണ്ടും അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ തുണി ബാക്കിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ മുഴുവൻ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഫ്രെയിമിലാണ് ഒട്ടിക്കുന്നത്, തുണിയിലല്ല. ഗമ്മ വെച്ച് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെയായിട്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ.